ക്ലസ്റ്റേഴ്സ് 3 തരമാണ്. ക്ലസ്റ്റർ എ, ക്ലസ്റ്റർ ബി, ക്ലസ്റ്റർ സി. ക്ലസ്റ്റർ എയിലാണ് പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ, സ്കിറ്റ്സോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ, അതുപോലെ സ്കിറ്റ്സോ ടൈപ്പൽ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് വരുന്നത്. ക്ലസ്റ്റർ ബിയിലാണ് നമ്മൾ പറയുക ഹിസ്ട്രിയോണിക് നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ, ആൻറ്റി സോഷ്യൽ, ഹിസ്ട്രിയോണിക്, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്. ക്ലസ്റ്റർ സി ആണ് ആങ്ഷ്യസ്, അവോയ്ഡൻറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ, ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ, ഒബ്സസീവ് കമ്പൾസീവ് പേഴ്സണാലിറ്റി ഡിസോർഡർ സ്പെക്ട്രം കാണുന്നത്. യൂഷ്വലി ഈ ക്ലസ്റ്റർ എയിൽ വരുന്ന ആൾക്കാർ കുറച്ചുകൂടെ എക്സെൻട്രിക് ആയിരിക്കും, കുറച്ച് അലൂഫായിരിക്കും, വിഡ്രോവൽ സിംറ്റംസ് ഉണ്ടാവും, അവർ അത്രയും കുറച്ചുകൂടെ ഇൻട്രോവേർട്ടഡ് ഗ്രൂപ്പാണ്. ക്ലസ്റ്റർ ബി ആണ് കുറച്ചുകൂടെ എടുത്തിയാട്ടക്കാർ, ഇമ്പൾസിവിറ്റി കൂടും, സബ്സ്റ്റൻസ് അബ്യൂസ് കൂടും, അതാണ് ഈ ബോർഡർ ലൈൻ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഒക്കെ വരുന്നത്. ക്ലസ്റ്റർ സിയിലാണ് ഈ പറഞ്ഞ ഒബ്സസീവ് കമ്പൾസീവ്, കുറച്ചുകൂടെ പെർഫെക്ഷനിസ്റ്റിക്, റിജിഡ്നെസ് കൂടും, ഫ്ലെക്സിബിലിറ്റി കുറയും അവിടെ ആ ഒരു പേഴ്സണാലിറ്റി ഗ്രൂപ്പിൽ. അതും കുറച്ച് ഷൈ ആൻഡ് ടിമിഡ് ക്യാരക്ടേഴ്സും അതിൽ വരും. കൂടുതലും ഫാമിലി ഹിസ്റ്ററി, ജെനറ്റിക്സ് സിഗ്നിഫിക്കൻ്റ് ആണ്. ഫാമിലി ഹിസ്റ്ററി സിഗ്നിഫിക്കൻ്റ്